മോദി കണ്ടം പോയി ഓടുന്നത് കാണണോ? ഇതാ കണ്ടോ. Prime Minister Modi, why don't you take some questions from the freest press in the world? മോദി എന്തിനാണ് പ്രസ് കോൺഫറൻസിന് ഇങ്ങനെ ഭയക്കുന്നത്? അതായത് നമുക്കറിയാം മോദി വിദേശ യാത്രയിലാണ്. മോദി നോർവേ പോയപ്പോൾ അവിടെ നിന്ന് പ്രസ് കോൺഫറൻസ് ഒരു ഹെലിലിംഗ് എന്ന് പറയുന്ന പെൺകുട്ടി മോദിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് പ്രസ് കോൺഫറൻസിൽ ഇരിക്കുന്നില്ല എന്ന്. മോദി ഓടുകയാണ്. ആ വീഡിയോ എടുത്തിട്ട് ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. നിമിഷങ്ങൾക്കകം അത് വൈറലായി. നിമിഷങ്ങൾക്കകം ആ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തു മോദി. മോദി നമ്മളോട് ഇലക്ട്രിക് വാഹനങ്ങൾ മേടിക്കുക, വിദേശ യാത്ര പോകരുത്, സ്വർണം മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മോദി വിദേശ രാജ്യത്ത് പോയിട്ട് നമ്മളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നുള്ളത്. നൃത്തം കാണുകയാണ് പോയിട്ട്. ഒരു ഭാഗത്ത് ഇറ്റലിയുടെ പ്രധാനമന്ത്രിക്ക് മെലഡി എന്ന് പറയുന്ന ചോക്ലേറ്റ് കൊടുത്തിട്ട് വീഡിയോ വൈറലാണ്. മോദി എന്ന പേര് പ്രസിദ്ധീകരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി, ജനങ്ങൾ തെരുവിലാണ്. എക്സാം പേപ്പർ ലീക്കായിട്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ബംഗാള് കത്തിക്കൊണ്ടിരിക്കുകയാണ്, പല പള്ളികളും പൊളിച്ചൊടുക്കുകയാണ്, ജനങ്ങൾ അടിപിടി കൂടുകയാണ്. മോദിക്ക് ഇതൊന്നും വിഷയമല്ല. ഒരു പ്രധാനമന്ത്രി വിദേശ യാത്ര കഴിഞ്ഞാൽ എന്തിനാണ് പോയി നമ്മുടെ നികുതി പണം കൊണ്ട് പോയിട്ട് എന്താണ് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഉപകാരം എന്ന് ഒരു പ്രധാനമന്ത്രി പോയി വന്നാൽ പ്രസ് കോൺഫറൻസിൽ ഇരുന്നിട്ട് പറയണം. നമ്മുടെ മോദി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഏകദേശം മോദി വന്നതിന് ശേഷം 1200 കോടിയാണ് വിദേശ ചെലവ്. വിദേശ യാത്ര ചെലവ് 1200 കോടിയുടെ മുകളിലാണ്. ഇന്ത്യയിൽ കഴിഞ്ഞുപോയ എല്ലാ പ്രധാനമന്ത്രിമാരുടെ എടുത്താലും ഇത്രയൊന്നും വരില്ല. ഒരു 150-200 കോടിയോളം വരില്ല. എന്താണ് മോദിയുടേത്? ഇവിടെയാണ് നമ്മുടെ മൻമോഹൻ സിംഗ് പറയുന്ന ഒരു വാക്കുകളുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടേക്ക് മൻമോഹൻ സിംഗ് പറയുന്നത്. On every foreign trip that I undertook, I had a press conference on return in the plane or after immediately after landing. So there are large numbers. കേട്ടില്ലേ മൻമോഹൻ സിംഗ് എന്താണ് പറയുന്നത്? ഞാൻ പ്രസ് കോൺഫറൻസിനെ ഭയന്നിട്ടില്ല. ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിമാനത്താവളത്തിലും തന്നെ ഞാൻ മാധ്യമങ്ങളെ കാണാറുണ്ട്. ഞാൻ പ്രസ് കോൺഫറൻസിൽ ഇരിക്കാറുണ്ട്. ഞാൻ പോയി വന്നതിന്റെ എന്താണ് അതിൽ നിന്നുണ്ടായ ഉപകാരം എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. ഞാൻ എവിടെയും ഭയന്നിട്ടില്ല. പിന്നെ നമുക്കറിയാം CJP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടത് അത് യുവാക്കളെ പരിഹസിക്കുകയാണ് ചെയ്തത്. കൂറകൾ എന്ന് വിളിച്ചിട്ട് ചീഫ് മിനിസ്റ്ററായ സൂര്യകാന്ത് കൂറകൾ എന്ന് വിളിച്ച് പരിഹസിച്ചു. അങ്ങനെ CJP എന്ന് പറയുന്ന പാർട്ടി യുവാക്കൾ രൂപീകരിച്ചു. ഏകദേശം 4 ദിവസം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തത് 11-12 മില്യൺ ഫോളോവേഴ്സാണ് അവരുണ്ടാക്കിയെടുത്തത്. ആ അക്കൗണ്ടും BJP എന്താക്കി പൂട്ടിച്ചു. എനിക്ക് ഈ കാണുന്ന യുവാക്കളോടും മറ്റുള്ള റീൽ കണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അവർ പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. യുവാക്കൾ ഇറങ്ങിയാലേ ഇനി നമ്മുടെ ഇന്ത്യക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് യുവാക്കൾ ഇറങ്ങിയിട്ട് സ്റ്റുഡൻസുകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഭരിക്കുന്ന, അതായത് ക്രൂരമായിട്ട് ഭരിക്കുന്ന ഈ ഒരു ഭരണത്തെ നമ്മൾക്ക് മാറ്റി നിർത്തണം. നല്ലൊരു നാളത്തേക്ക് നമ്മൾ ശ്രമിക്കണം. മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ CJP എന്നൊരു പറയുന്ന പാർട്ടിക്ക് ഒരുപക്ഷെ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളും കിട്ടിയത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പാർട്ടി ഒരുപക്ഷെ നമ്മുടെ ഈ BJP എന്ന് പറയുന്ന ക്രൂരഭരണമായ ഈ ഒരു BJP എന്ന പാർട്ടിയെ ഇവിടെ നിന്ന് ഓടിപ്പിക്കാനും അവർക്ക് പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.